കാവ്യം സുഗേയം. കവിതയുടെ ഋതുഭേദങ്ങൾ. വണക്കം. കാവ്യം സുഗേയത്തിലേക്ക് സ്വാഗതം. മിലൻ കുന്ദേരയുടെ ഒരു കുറിപ്പിലൂടെ തുടങ്ങാം. സ്വന്തം മരണം സ്വപ്നം കാണാത്ത കവിയുണ്ടോ? എന്തെങ്കിലും ഒരിക്കൽ ഭാവനയിലതിന് ചായമിടാത്ത കവിയുണ്ടോ? എങ്കിലത് അഗ്നിയിലാവട്ടെ. ഒരു അഗ്നി മൃത്യുവിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരോ മില്ലിനെ പ്രേരിപ്പിച്ചത് ഭാവനയുടെ യാദൃച്ഛിക വിനോദമായിരുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല. മരണം ഒരു സന്ദേശമാണ്. അതിന് ഭാഷയുണ്ട്, അതിൻ്റേതായ അർത്ഥവിജ്ഞാനീയമുണ്ട്. ഒരാൾ ഏതുവിധമാണ് മരിക്കുന്നത്, പ്രകൃതിശക്തികളിൽ ഏതുകൊണ്ടാണ് മരിക്കുന്നത് എന്നത് പ്രാധാന്യമില്ലാത്തതല്ല. യാൻ മസാരിക്, അതായത് ആത്മഹത്യ ചെയ്ത ചെക്ക് വിദേശകാര്യമന്ത്രി, 1948 തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് പ്രാഗിലെ ഒരു കൊട്ടാരത്തിന് മുകളിൽ നിന്ന് മുറ്റത്തേക്കെടുത്ത് ചാടിക്കൊണ്ടാണ്. നിയതിയുടെ പാറക്കെട്ടിൽ തട്ടി തൻ്റെ വിധി തവിടുപൊടിയാവുന്നത് അദ്ദേഹം കണ്ടിരുന്നു. 3 കൊല്ലം കഴിഞ്ഞ് കവിയായ കോൺസ്റ്റന്റീൻ ബിബ്ബൽ സതീർത്ഥ്യരെന്ന് താൻ കരുതിയവരാൽ തന്നെ വേട്ടയാടപ്പെട്ടു. അതേ നഗരത്തിലെ ഒരു 5ാം നിലയിൽ നിന്ന് നടപ്പാതയിലേക്ക് ചാടി മരിച്ചു. ഇക്കാരസിനെ പോലെ അദ്ദേഹത്തെ ഞെരിച്ചമർത്തിയത് മണ്ണായിരുന്നു. സ്ഥലവും പിണ്ഡവും തമ്മിലുള്ള, സ്വപ്നവും ഉണർച്ചയും തമ്മിലുള്ള ദുരന്ത സംഘർഷത്തിൻ്റെ പ്രതീകമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. യാൻ ഹൂസും ഗിയോർഡാനോ ബ്രൂണോയും കൊലക്കുറ്റിയിൽ എരിഞ്ഞു തന്നെ മരിക്കണമെന്നുണ്ടായിരുന്നു. വാളും കൊലക്കയറും അവർക്ക് പറഞ്ഞതായിരുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതങ്ങൾ യുഗങ്ങൾക്കപ്പുറത്തേക്ക് വെളിച്ചം വീശുന്ന അടയാള വിളക്കുകളായി, ദീപസ്തംഭങ്ങളായി, ശലാകകളായി രൂപാന്തരം പ്രാപിച്ചു. എന്തെന്നാൽ ഉടൽ കാലികവും ചിന്ത നിത്യവുമാണ്. ജ്വാലയുടെ ദീപ്തസാരം ചിന്തയുടെ പ്രതീകമാണ്. നേരെമറിച്ച് ഒഫീലിയയുടെ കാര്യത്തിൽ തീയിലുള്ള മരണം അചിന്ത്യമാണ്. അവൾ ജലമൃത്യു തന്നെ മരിക്കണമായിരുന്നു. കാരണം ജലത്തിൻ്റെ ആഴങ്ങൾക്ക് മനുഷ്യൻ്റെ ആഴങ്ങളുമായി അത്രയ്ക്ക് ബന്ധമുണ്ട്. തങ്ങളുടെ സ്വന്തം ആത്മാക്കളിൽ, സ്വന്തം പ്രണയത്തിൽ, സ്വന്തം വികാരങ്ങളിൽ, സ്വന്തം ഉന്മാദങ്ങളിൽ, സ്വന്തം പ്രതിബിംബങ്ങളിൽ, കടൽ ചുഴികളിൽ മുങ്ങി മരിക്കുന്നവരെ കൊല്ലുന്ന പ്രകൃതിശക്തിയാണ് ജലം. പടയ്ക്കു പോയി മടങ്ങാത്ത കാമുകരെ ഓർത്ത് വെള്ളത്തിൽ ചാടി മരിക്കുന്ന പെൺകുട്ടികളെക്കുറിച്ച് നാടൻ പാട്ടുകളിൽ പറയുന്നുണ്ട്. ഹാരിയറ്റ് ഷെല്ലി പുഴയിൽ ചാടി മരിക്കുകയായിരുന്നു. പോൾ ചെലാൻ സെയിൻ നദിയിൽ തൻ്റെ മരണത്തെ സന്ധിച്ചു. കാവ്യം സുഗേയത്തിൽ ഇന്ന് നമുക്ക് ഒരതിഥിയുണ്ട്. കവി കുഴൂർ വിൽസനാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. 18 പുസ്തകങ്ങൾ കുഴൂർ വിൽസൻ്റേതായിട്ടുണ്ട്. 2006 ജൂലൈ 8 മലയാളത്തിലെ ആദ്യ കവിതാ ബ്ലോഗായ അച്ചടി മലയാളം നാടുകടത്തിയ കവിതകൾ കുഴൂർ വിൽസൺ പ്രസിദ്ധീകരിക്കുന്നത്. ബ്ലോഗിൽ സജീവമായതു മുതൽ പത്രാധിപർ ആവശ്യപ്പെടാതെ മറ്റു മാധ്യമങ്ങൾക്ക് കവിത കൊടുക്കില്ല എന്ന തീരുമാനം ഇദ്ദേഹം നടപ്പാക്കി വരുന്നുണ്ട്. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, ജർമ്മൻ, പോർച്ചുഗീസ്, സ്പാനിഷ്, ഡച്ച് തുടങ്ങിയ ഭാഷകളിലേക്ക് കുഴൂർ വിൽസൻ്റെ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കുഴൂരിൻ്റെ കവിതകൾ പഠിപ്പിക്കുന്നുമുണ്ട്. നമസ്കാരം. റേഡിയോ കേരളയുടെ കാവ്യം സുഗേയം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ
പങ്കുവയ്ക്കുകയാണ്. സന്തോഷം കൂടുതലാവാൻ ഒരു കാരണമുണ്ട്. മലയാളത്തിൽ എൻ്റെ 11ാമത്തെ പുസ്തകം, കവിതാ സമാഹാരം ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ, ലോഗോസ് ബുക്സാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഈ വർത്തമാനം എന്നുള്ളതാണ്. 1998 ആദ്യത്തെ കവിതാ സമാഹാരം ഉറക്കം ഒരു കന്യാസ്ത്രീ പ്രകാശിതമായത്. 24ാമത്തെ വയസ്സിലായിരുന്നു അത്. അതിനും 4-5 വർഷങ്ങൾക്ക് മുൻപ് മലയാള കവിതയെ അടുത്ത് അറിയാൻ പരിശ്രമിക്കുകയായിരുന്നു. കൗമാരത്തിൽ തുടങ്ങിയ ആ കവിതാ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള സന്തോഷം. തുടരുക മാത്രമല്ല, അതിൻ്റെ പല കാലഘട്ടങ്ങളിൽ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ആഹ്ലാദം ഒരു കവി എന്നുള്ള നിലയിൽ. 1998 പ്രസിദ്ധീകരിച്ച ഉറക്കം ഒരു കന്യാസ്ത്രീയിലെ കവിതകളിൽ നിന്ന് പല സമയങ്ങളിലായി കവിതയ്ക്ക് രൂപമാറ്റം, ഭാവമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ നാട്ടിലായിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2003 മുതൽ 2011 വരെ. ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപാണ് ആദ്യ പുസ്തകം സംഭവിച്ചത്. ഒരുപക്ഷെ അങ്ങനെ ഒരു പുസ്തകം ഇല്ലായിരുന്നു എങ്കിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട്, ആദ്യത്തെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു കൗതുകം പങ്കുവയ്ക്കാനുണ്ട്. കാരണം ഇതുപോലൊരു രോഗകാലത്താണ്, ഇതിപ്പോൾ COVID-19 ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്നുവെങ്കിൽ 98 എനിക്ക് മാത്രമായി ഒരു രോഗം വന്നു, ചിക്കൻ ബോക്സ്. ഇപ്പോൾ SCMS-ൽ ജേർണലിസം പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ദേഹത്ത് കുരുക്കൾ പൊന്തി. എനിക്ക് മനസ്സിലായി സംഭവം ഇതാണ്. അപ്പോൾ ഞാൻ ഉടനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കോവിഡ് കാലം പോലെ അത് ഒരു ഏകാന്ത ജീവിതം. കുറച്ച് ദിവസം ചിക്കൻ ബോക്സ് വന്ന ഒരു മുറിയിൽ, അത് ഞാൻ എഴുതാനിരിക്കുന്ന പുസ്തകങ്ങൾ മാത്രമുള്ള മുറിയിലാണ് എൻ്റെ ക്വാറന്റൈൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അതുവരെ പ്രസിദ്ധീകരിച്ച കവിതകൾ ഒക്കെ ഫയൽ ചെയ്തു വച്ചിരുന്നത് അതൊക്കെ ഒന്ന് മറിച്ചു നോക്കി. അപ്പോൾ പ്രീ ഡിഗ്രി കാലത്ത് ഒക്കെ എഴുതിയ കവിതകൾ അന്നത്തെ ചെറിയ ചെറിയ മാഗസിനുകളിൽ, ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ, എക്സ്പ്രസ് ദിനപത്രത്തിൽ, അന്ന് മലയാളം ദിനപത്രമുണ്ട്, അതിൽ, കവിതാ സംഗമത്തിൽ, അങ്ങനെ പല പല ചെറിയ ചെറിയ മാഗസിനുകളിൽ, പ്രത്യേകിച്ച് സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്ന കവിതകളെല്ലാം എണ്ണി നോക്കിയപ്പോൾ 30-നടുത്ത് കവിതയുണ്ട്. അപ്പോൾ അതെല്ലാം അടക്കി വെച്ചു. ആ ദിവസങ്ങളിൽ അതായിരുന്നു ജോലി. എന്തിനു പറയണം, അന്ന് ചിക്കൻ ബോക്സ് വന്ന് നമ്മൾ കുളിക്കുക എന്ന് പറയും. കുളി കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം ഒരു കന്യാസ്ത്രീ എന്ന പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായി. അപ്പോൾ ഒരു രോഗകാലം കവിത കൊണ്ടാണ് ഞാൻ മറികടന്നത്. അങ്ങനെ ഒരു ചിക്കൻ ബോക്സ് ആ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഉറക്കം ഒരു കന്യാസ്ത്രീ എന്ന ആദ്യ പുസ്തകം ഉണ്ടാകില്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു കാവ്യ നഷ്ടമാകുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ആ പുസ്തകം ഉണ്ടായി. കാവ്യം സുഗേയം ഒരിടവേളയ്ക്ക് ശേഷം തുടരും.